നമസ്കാരം. നമ്മളിനി അഞ്ചാമത്തെ നാമം തൊട്ടാണ്. അതായത് നമ്മൾ ഒരു വരിയിൽ 2 ലൈൻ വീതമാണ് എടുത്തു പോയത്. അതായത് നമ്മൾ ചമ്പക, അശോക, പുന്നാക, സൗഗന്ധിക, ലസത്കജ, കുരുവിന്ദമണി ശ്രേണി, കനൽ, കോടീരമണ്ഡിത അവിടെ വരെ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി അടുത്ത നാമം തൊട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നത്. അഷ്ടമീ ചന്ദ്രവിഭ്രാജത് അളികസ്ഥലശോഭിത മുഖചന്ദ്രകളങ്കാഭാ മൃഗദാഭി വിശേഷകാം വദനസ്മര മാംഗല്യഗൃഹതോരണചില്ലികാ വക്ത്രലക്ഷ്മീ പരീവാഹ ചലന്മീനാഭലോചനാം നവചമ്പക പുഷ്പാഭാനാസാ ദണ്ഡ വിരാജിത താരാകാന്തി തിരസ്കാരീ നാസാഭരണ ഭാസുരാ കദംബ മഞ്ജരി ക്ലിപ്തകർണപൂര മനോഹര താടങ്കയുഗളീഭൂത തപനോടുപമണ്ഡല. ഇത്രയും നാമങ്ങളാണ് നമ്മൾ ഇന്ന് ഇതിൻ്റെ അർത്ഥം നോക്കാൻ പോകുന്നത്. അഷ്ടമി ചന്ദ്ര ബിഭ്രാജത് അളികസ്ഥല ശോഭിത. അഷ്ടമി ചന്ദ്ര ബിഭ്രാജത് അളികസ്ഥല ശോഭിത. പലരും ഒന്ന് കുറച്ച് തെറ്റായിട്ട് ചൊല്ലുന്ന ഒരു ലൈനാണിത്. അഷ്ടമി ചന്ദ്ര ബിഭ്രാജത് അളികസ്ഥല ശോഭിത. അളികസ്ഥലം എന്ന് പറഞ്ഞാൽ നെറ്റിത്തടം. അഷ്ടമി ചന്ദ്ര ബിഭ്രാജത്, അഷ്ടമി ചന്ദ്രനെ പോലെ, ബിഭ്രാജത് എന്ന് വെച്ചാൽ അതേപോലെ ശോഭിക്കുന്ന, അഷ്ടമി ചന്ദ്രനെ പോലെ ശോഭിക്കുന്ന അളികസ്ഥലം, അളികസ്ഥല ശോഭിത, അളികസ്ഥലത്തോടു കൂടി ശോഭിക്കുന്നവൾ, അഷ്ടമി ചന്ദ്രനെ പോലെ തിളങ്ങുന്ന. ബിഭ്രാജത്ത് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം തിളങ്ങുന്ന എന്നാണ് അർത്ഥം. അഷ്ടമി ചന്ദ്രൻ തിളങ്ങുന്നത് പോലെ ഉള്ള നെറ്റിത്തടത്തോടു കൂടി ശോഭിക്കുന്നവൾ. അഷ്ടമി ചന്ദ്ര ബിഭ്രാജത്ത് അളികസ്ഥല ശോഭിത. അഷ്ടമി ചന്ദ്ര ബിഭ്രാജത് അളികസ്ഥല, അങ്ങനെയും ചൊല്ലാം കേട്ടോ. അഷ്ടമി ചന്ദ്ര ബിഭ്രാജത് അളികസ്ഥല ശോഭിത. മുറിക്കുന്നെങ്കിൽ വിഭ്രാജത് അളികസ്ഥല ശോഭിത, അന്നേരമാണ് അതിൻ്റെ അർത്ഥം കറക്റ്റായിട്ട് വരുന്നത്. ഇനി എന്താണ് ഈ അഷ്ടമി ചന്ദ്രൻ? നമുക്ക് ചന്ദ്രൻ്റെ കലകളെക്കുറിച്ചൊക്കെ അറിയാം. നമ്മൾ പൂർണ്ണചന്ദ്രൻ അല്ലെങ്കിൽ പൗർണമിയിലേക്ക് വരുമ്പോൾ ചന്ദ്രൻ്റെ ഓരോ കലകൾ കൂടി പൂർണ്ണചന്ദ്രനാകും. ഇനി പൂർണ്ണചന്ദ്രനിൽ നിന്ന് വീണ്ടും ഓരോ കലകളായിട്ട് കുറഞ്ഞത് അമാവാസ്യവും നമ്മളത് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ മധ്യത്തിലാണ് ഈ അഷ്ടമി ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഏറ്റക്കുറച്ചിലുകളൊന്നുമില്ലാത്ത സ്ഥിരതയുള്ള അതാണ് അഷ്ടമി ചന്ദ്രൻ. ആ സ്ഥിരതയുള്ള ചന്ദ്രനെ പോലെ തിളങ്ങുന്ന നെറ്റിത്തടമുള്ളവൾ. അളികസ്ഥലം എന്ന് പറഞ്ഞാൽ നെറ്റിത്തടം എന്നാണ് അർത്ഥം. അപ്പോൾ അഷ്ടമി ചന്ദ്രനെ പോലെ തിളങ്ങുന്ന, അഷ്ടമി ചന്ദ്രൻ നെറ്റിത്തടത്തിൽ വിളങ്ങി നിൽക്കുന്ന, ആ വിളങ്ങി നിൽക്കുന്നതോടുകൂടി ശോഭിക്കുന്നുള്ളതാണ് അഷ്ടമി ചന്ദ്ര ബിഭ്രാജത് അളികസ്ഥല ശോഭിത. മുഖ ചന്ദ്ര കളങ്ക ആഭ മൃഗനാഭി വിശേഷക. മുഖചന്ദ്ര കളങ്ക ആഭ, അതായത് മുഖം ചന്ദ്രനെ പോലെ നല്ല വികസിച്ച് ചന്ദ്രനെ പോലെ തിളങ്ങുന്ന മുഖത്തോടു കൂടിയ അമ്മയുടെ മുഖത്ത് ആ മുഖചന്ദ്ര കളങ്ക ആഭ, ഒരു കളങ്കം ചാർത്തിയതുപോലെ, കളങ്കാഭ മൃഗനാഭി വിശേഷക. വിശേഷകം എന്ന് പറഞ്ഞാൽ പൊട്ട എന്നാണ് അർത്ഥം. അപ്പം മുഖത്ത്, ചന്ദ്രനെ പോലെ വിളങ്ങുന്ന മുഖത്ത് ഒരു കളങ്കം ചാർത്തിയതുപോലെ കസ്തൂരി തൊട്ടവൾ. മൃഗനാഭി എന്ന് പറഞ്ഞാൽ കസ്തൂരി എന്നാണ് അർത്ഥം. കസ്തൂരിമാൻ്റെ കസ്തൂരി അതിൻ്റെ നാഭിയിൽ നിന്നാണല്ലോ നമ്മൾ അത് പുറപ്പെടുന്നത്. അപ്പം കസ്തൂരി തൊട്ടവൾ, അതായത് നമ്മൾ ചന്ദ്രനെ നോക്കുമ്പോൾ ചന്ദ്രന് ഈ കറുത്ത കലകളെ കാണത്തില്ലേ, കറുത്ത ചില ഭാഗങ്ങളൊക്കെ കറുത്തിരിക്കും. അപ്പോൾ അത് ആ പ്രകൃതിയെ തന്നെ അത് അമ്മയുടെ ഒരു മുഖമായിട്ട് വർണ്ണിച്ചുകൊണ്ട് പറയുകയാണ്. മുഖചന്ദ്ര കളങ്ക ആഭ മൃഗനാഭി വിശേഷക. മുഖചന്ദ്രൻ, മുഖമാകുന്ന ചന്ദ്രനിൽ ഒരു കസ്തൂരിയുടെ പൊട്ട് തൊട്ടതുപോലെ, അല്ലെങ്കിൽ ഒരു കളങ്കം ചാർത്തിയതുപോലെ കസ്തൂരി പൊട്ട് തൊട്ടവൾ, അതാണ് മുഖചന്ദ്ര കളങ്കാഭ മൃഗനാഭി വിശേഷക. ഇനി അടുത്തതോ, വദന സ്മര മാംഗല്യഗൃഹ തോരണ ചില്ലിക. വദന സ്മര മാംഗല്യഗൃഹ തോരണ ചില്ലിക. ചിലരിത് പിരിച്ചു ചൊല്ലും, വദനസ്മര മാംഗല്യ ഗൃഹതോരണ ചില്ലിക, അങ്ങനെ ചൊല്ലരുത്. വദനസ്മര മാംഗല്യഗൃഹ തോരണ ചില്ലിക. വദന സ്മര മാംഗല്യഗൃഹ തോരണ
ചില്ലിക. വദനം എന്ന് വെച്ചാൽ മുഖം. ആ വദനത്തിൽ സ്മര മാംഗല്യ. സ്മരൻ ആരാണ്? കാമദേവൻ. മാംഗല്യഗ്രഹം, അതായത് മാംഗല്യഗ്രഹത്ത് വദന സ്മര മാംഗല്യഗ്രഹ തോരണ ചില്ലിക. കാമേശ്വരൻ്റെ അല്ലെങ്കിൽ കാമദേവൻ്റെ വിവാഹമണ്ഡപത്തിൽ ഇങ്ങനെ തോരണം ചാർത്തിയതുപോലെ അമ്മയുടെ മുഖത്ത് ചില്ലിക. ചില്ലിക എന്ന് പറഞ്ഞാൽ പുരികക്കൊടികൾ. അമ്മയുടെ പുരികക്കൊടികൾ ഇങ്ങനെ കാമദേവൻ്റെ വിവാഹമണ്ഡപത്തിൽ ഇങ്ങനെ തോരണം ചാർത്തിയതുപോലെ ഇരിക്കുന്നവൾ. അമ്മയുടെ മുഖത്ത് അമ്മയുടെ വദനം മുഖത്ത് കാമദേവൻ്റെ കല്യാണ മണ്ഡപത്തിൽ ഇങ്ങനെ തോരണം ചാർത്തിയതുപോലെ പുരികക്കൊടികളുള്ളവൾ, വളഞ്ഞ പുരികക്കൊടിയോട് കൂടിയുള്ള. അതാണ് അത്രമാത്രം മനോഹരമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തതോ വക്ത്രലക്ഷ്മി. വക്ത്രവും മുഖം എന്നാണ് അർത്ഥം. വക്ത്രവും മുഖമാണ്. വക്ത്രലക്ഷ്മി പരീവാഹചലൻ മീനാഭലോചന. വക്ത്രം മുഖം. ഇപ്പം നമ്മൾ മുഖത്തിന് തന്നെ എത്ര വാക്കുകൾ നമ്മൾ പഠിച്ചു അല്ലേ? വദനം മുഖം, വക്ത്രം മുഖം. വക്ത്രലക്ഷ്മി പരീവാഹം എന്ന് പറഞ്ഞാൽ മുഖത്ത് ലക്ഷ്മി, ഐശ്വര്യം ഒഴുകുന്നവൾ. അതിങ്ങനെ പരീവാഹമായിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നവൾ. അതാണ് ഒഴുക്ക്. പരീവാഹം എന്ന് പറഞ്ഞാൽ ഒഴുക്കെന്നാണ് അർത്ഥം. ലക്ഷ്മി ഒഴുകിക്കൊണ്ടിരിക്കുന്ന മുഖത്ത് വക്ത്രലക്ഷ്മി പരീവാഹ ചലൻ മീനാഭലോചന. ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന മീനിനെ പോലെ ശോഭയുള്ളവൾ. അതായത് അമ്മയുടെ കണ്ണുകൾ ഇങ്ങനെ പരൽ മീൻ തുടിക്കുന്നത് പോലെ എപ്പോഴും തുടിച്ചുകൊണ്ടിരിക്കുന്നത്. തൻ്റെ ഭക്തരൊക്കെ വരുന്നുണ്ടോ, തൻ്റെ മക്കളൊക്കെ വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കുന്നതിന് വേണ്ടി ആവാം. ഒരു പക്ഷേ അമ്മയുടെ മുഖത്ത് ഐശ്വര്യം വഴിഞ്ഞൊഴുകുന്ന ആ മുഖത്ത് പരൽമീനുകളെപ്പോലെ അല്ലെങ്കിൽ മീനുകൾ തുടിക്കുന്നത് പോലെ കണ്ണുകൾ. അപ്പോൾ ഓരോ അവയവങ്ങളെ എത്ര മനോഹരമായിട്ടാണ് ലളിതാ സഹസ്രനാമം വിവരിച്ചിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. വക്ത്രലക്ഷ്മി പരീവാഹ ചലൻ മീനാഭ ലോചന. മീൻ ആഭ, ആഭ എന്ന് പറഞ്ഞാൽ ശോഭ. മീനാഭ ലോചന. ലോചന എന്ന് വെച്ചാൽ കണ്ണുകൾ. അടുത്തതോ നവ ചമ്പക പുഷ്പ ആഭ. നവചമ്പക പുഷ്പാഭ നാസാദണ്ഡ വിരാജിത. നവ ചമ്പക പുഷ്പാഭ. നവം എന്ന് വെച്ചാൽ പുതിയത്. ചമ്പക പുഷ്പം എന്ന് പറഞ്ഞാൽ ചമ്പക പുഷ്പം. നവചമ്പക പുഷ്പ ആഭ. ആ പുതിയതായിട്ട് വിരിഞ്ഞ ചമ്പക പുഷ്പത്തിൻ്റെ ശോഭയോടുകൂടി എന്താണ്? നവചമ്പക പുഷ്പാഭ നാസാദണ്ഡ വിരാജിത. നാസാദണ്ഡം അതായത് മൂക്കിൻ്റെ നീണ്ട മൂക്ക്, അതിനെയാണ് നാസാദണ്ഡം എന്ന് പറഞ്ഞത്. നാസാദണ്ഡ വിരാജിത. നീണ്ട മൂക്കോടുകൂടി വിരാജിക്കുന്നവൾ. ചമ്പകപ്പൂവിൻ്റെ, പുതിയ ചമ്പകപ്പൂവിൻ്റെ ആ പുഷ്പത്തിൻ്റെ ആ ഭംഗിയോടുകൂടി. നവചമ്പക പുഷ്പ ആഭ. ആ പുതിയ ചമ്പക പുഷ്പത്തിൻ്റെ ശോഭയോടുകൂടി നീണ്ട നാസാദണ്ഡമുള്ളവൾ. നാസാദണ്ഡ വിരാജിത. ആ നാസാദണ്ഡത്തോടുകൂടി വിരാജിക്കുന്നവൾ. അടുത്തതോ താരാകാന്തി തിരസ്കാരി നാസാഭരണ ഭാസുര. താരാകാന്തി, നക്ഷത്രങ്ങളുടെ കാന്തിയെ, താരം എന്ന് വെച്ചാൽ നക്ഷത്രം, കാന്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശോഭ, നക്ഷത്ര ശോഭയെ തിരസ്കരിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ അതിനെ വെല്ലുന്ന, അതാണ് അതിൻ്റെ അർത്ഥം. താരാകാന്തി തിരസ്കാരി നാസാഭരണ ഭാസുര. നാസാഭരണ, മൂക്കിൽ അണിഞ്ഞിരിക്കുന്ന മൂക്കുത്തി താരങ്ങളുടെ കാന്തിയെ വെല്ലുന്ന തരത്തിലുള്ളതാണ്. അപ്പം എത്ര ഭംഗിയുള്ള മൂക്കുത്തിയായിരിക്കും അമ്മ ധരിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ വിചാരിച്ചു കൊള്ളണം. താരാകാന്തി തിരസ്കാരി നാസാഭരണ ഭാസുര. കദംബ മഞ്ജരി ക്ലിപ്ത കർണപൂര മനോഹര. താടങ്കയുഗളീ ഭൂത തപനോടുപമണ്ഡല. കദംബമഞ്ജരി ക്ലിപ്ത കർണപൂര മനോഹര. കദംബമഞ്ജരി, കടമ്പിൻ പൂക്കുലകളാൽ കദംബമഞ്ജരി ക്ലിപ്ത കർണപൂര മനോഹര. കർണപൂരത്തെ അല്ലെങ്കിൽ തൂങ്ങിയാടുന്ന കാതിലണിയുന്ന ആഭരണമായിട്ടിരിക്കുന്നവൾ. അതായത് എന്ന് പറഞ്ഞാൽ കടമ്പിൻ പൂക്കുലയെ കാതിൽ ആഭരണമായിട്ട് ധരിച്ചിരിക്കുന്നവൾ. അതിൽ നല്ല മനോഹരമായിട്ട് ധരിച്ചിരിക്കുന്നു. അതാണ് കദംബ മഞ്ജരി ക്ലിപ്ത കർണപൂര മനോഹര. അടുത്തതോ താടങ്കയുഗളീഭൂത തപന ഉടുപ മണ്ഡല. താടങ്കയുഗളീഭൂത തപന ഉടുപ മണ്ഡല. താടങ്കം എന്ന് പറഞ്ഞാൽ കർണാഭരണം, അതും കർണാഭരണം തന്നെയാണ്.
യുഗളം എന്ന് വെച്ചാൽ 2. അപ്പം 2 കർണാഭരണം അണിഞ്ഞിരിക്കുന്നു. ഏതൊക്കെ? യുഗളീഭൂത തപന ഉടുപ മണ്ഡല. ഉടു എന്ന് പറഞ്ഞാൽ നക്ഷത്രം, ഉടുപൻ എന്ന് പറഞ്ഞാൽ നക്ഷത്രത്തിൻ്റെ രാജാവ്, അതായത് ചന്ദ്രൻ. അപ്പം തപനൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ. സൂര്യനെയും ചന്ദ്രനെയും തൻ്റെ താടങ്കമാക്കി കർണത്തിൽ അണിഞ്ഞിരിക്കുന്നവൾ. അപ്പോൾ സൂര്യനെയും ചന്ദ്രനെയും ഒരു 2 താടങ്കം പോലെ ചെവിയിൽ കർണത്തിൽ അണിഞ്ഞിരിക്കുന്നുള്ളതാണ് താടങ്കയുഗളീഭൂത തപന ഉടുപ മണ്ഡല. തപന ഉടുപ മണ്ഡല എന്നുള്ളതാണ് തപനോടുപ മണ്ഡല. അപ്പം അതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കാം. ലളിതാ സഹസ്രനാമം നമ്മൾ ശരിക്കും പ്രകൃതിയെ ആണ് നമ്മൾ കണ്ണു തുറന്ന് നോക്കുമ്പം കാണുന്നത് ഈ പ്രപഞ്ചമാണ്. അപ്പോൾ ഈ പ്രപഞ്ചം തന്നെയാണ് ഈശ്വരൻ എന്നാണ് ലളിതാ സഹസ്രനാമം നമ്മളോട് വീണ്ടും 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 പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പ്രപഞ്ചം ഇങ്ങനെ നിൽക്കുന്നത് തന്നെ അമ്മയുടെ ആ പരാശക്തിയുടെ അഭൗമമായ, അല്ലെങ്കിൽ എന്താ പറയുന്നതിന്, അമ്മയുടെ ഒരു ശക്തിയാണ് നമ്മൾ ഈ പ്രപഞ്ചമായിട്ട് കാണുന്നത്. ഈ പ്രപഞ്ചം തന്നെ അമ്മയായിട്ട് നമ്മുടെ മുൻപിൽ ഇരിക്കുകയാണ്. അപ്പോൾ സൂര്യനായും ചന്ദ്രനായും വൃക്ഷങ്ങളായും ലതകളായും ഇതിനെല്ലാം ഇതൊക്കെ നമ്മുടെ അമ്മയായിട്ട് കണ്ട് പ്രകൃതിയെ ആരാധിക്കുവാനാണ് നമ്മുടെ ഋഷീശ്വരന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇതിനെന്തൊരു മതമുണ്ടോ? ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതി തന്നെയാണ്. അതിനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. അല്ലെങ്കിൽ പ്രകൃതിയോട് നമുക്ക് ഭയങ്കരമായ ബഹുമാനവും സ്നേഹവും അതിനെ സംരക്ഷിക്കുവാനും വേണ്ടതായ കാര്യങ്ങൾ ഉണ്ടാവണം എന്നാണ് ലളിതാ സഹസ്രനാമം നമ്മളെ പഠിപ്പിക്കുന്നത്.